ഓം അമൃതേശ്വര്यै നമഃ. ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമായ 1000 നാമങ്ങളുടെ സാമാന്യമായിട്ടുള്ള വിശദീകരണം നമ്മൾ കേട്ടു. ഇതിന് ഏറ്റവും സുപ്രസിദ്ധമായ വ്യാഖ്യാനമാണ് ഭാസ്കർ രായർ രചിച്ചിട്ടുള്ള സൗഭാഗ്യഭാസ്കരം എന്നുള്ള വ്യാഖ്യാനം. അത് സംസ്കൃതത്തിലാണ് ഉള്ളത് മൂലം. അതിന് അനേക ഭാഷകളിൽ അതിൻ്റെ വിവർത്തനം ലഭ്യമാണ്. ഞാൻ ഇതിൻ്റെ ബഹുഭൂരിപക്ഷം ഭാഗങ്ങളും ശ്രീ ഗണേശ് അയ്യർ എന്ന് പറയുന്ന ഒരാളുടെ തമിഴ് വ്യാഖ്യാനത്തിൽ നിന്നാണ് എടുത്തു പറഞ്ഞത്. അതുകൂടാതെ സൗന്ദര്യലഹരി, ഭഗവത്ഗീത, ജീവൻ മുക്തലഹരി, ശിവാനന്ദലഹരി എന്നുള്ള അനേക പുസ്തകങ്ങളിൽ നിന്നും, അമ്മയുടെ ജീവിതത്തിൽ നിന്നും, മഹാപുരുഷന്മാരുടെ ജീവിതത്തിൽ നിന്നൊക്കെ കൂട്ടിച്ചേർത്തു. ആനുകാലികം പ്രസക്തമായ കാര്യങ്ങളാണ് കൂട്ടിച്ചേർത്തത്. ആ വ്യാഖ്യാനത്തിൻ്റെ അടിസ്ഥാനപരമായിട്ട് സൗഭാഗ്യഭാസ്കരത്തിനെ അതിനെ ആശ്രയിച്ചാണ് ഞാനത് വിശദീകരണം നൽകിയത്. സൗഭാഗ്യഭാസ്കരത്തിൽ 12 ഭാഗങ്ങളാണ് ഉള്ളത്. 12 കലകൾ എന്നാണ് അതിനെ പറയുന്നത്. സൗഭാഗ്യത്തിൻ്റെ സൂര്യപ്രകാശം എന്നാണ് അതിൻ്റെ ചുരുക്കത്തിലുള്ള അർത്ഥം. സൂര്യൻ്റെ 12 കലകളുണ്ട്. ആ കലകളുടെ നാമങ്ങളാണ് അദ്ദേഹം ഓരോ ഭാഗത്തിനും നൽകിയത്. പൂർവ്വഭാഗം അത് എങ്ങനെ ഉണ്ടായി, ആർക്ക് പറഞ്ഞു കൊടുത്തു, ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞത് എന്നൊക്കെ ഉള്ളത് അടങ്ങുന്ന പൂർവ്വഭാഗം, അതിനെ തപിനി കല എന്നാണ് പറയുന്നത്. അതിൽ നാമങ്ങൾ തുടങ്ങുന്നില്ല. അത് ഒരു പരിചയപ്പെടുത്തൽ അല്ലെങ്കിൽ പൂർവ്വഭാഗം എന്നാണ് അതിനെ പറയേണ്ടത്. പിന്നെ അവിടെ നിന്ന് 100 നാമങ്ങൾ, ശതനാമങ്ങൾ അടങ്ങുന്ന 10 കലകൾ, അങ്ങനെ 11 കലകൾ വരെ, 2 മുതൽക്ക് 11ാമത്തെ കല വരെ ലളിതാ സഹസ്രനാമത്തിൻ്റെ നാമങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ടു. അതാണ് ഞാൻ വിശദമായിട്ട് നാമങ്ങളുടെ വ്യാഖ്യാനമാണ് പ്രധാനമായിട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഫലശ്രുതിയെ പറ്റിയിട്ട് വളരെ ചുരുക്കത്തിൽ പറയാമെന്ന് വിചാരിക്കുന്നു. ഫലശ്രുതി ഭാഗം, ഉത്തരഭാഗം എന്നാണ് ഇതിനെ പറയുന്നത്. അതാണ് 12ാമത്തെ കല. സൂര്യൻ്റെ 12 നാമങ്ങളാണ് 12 കലകൾക്ക് വച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യത്തെ കലയാണ് തപിനി. അത് ഇതിനെ പരിചയപ്പെടുത്തൽ പൂർവ്വഭാഗം എന്ന് പറയും. താപിനി 2ാമത്തെ കല, ധൂമ്രിക 3ാമത്തെ കല, മരീചി, ജ്വാലിനി, രുചി, സുഷുമ്ന, ഭോഗത, വിശ്വ, ബോധിനി എന്നുള്ളതാണ് 10 കലകൾ വരെയുള്ളത്. ധാരിണി എന്നുള്ളതാണ് 900 മുതൽക്ക് 1000 വരെയുള്ള നാമങ്ങൾ. അതാണ് നമ്മൾ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് കേട്ടുകൊണ്ടിരുന്നത്. അത് 11ാമത്തെ കലയാണ്. 901 ഒന്നാമത്തെ നാമം മുതൽക്ക് 1000 വരെയുള്ള നാമങ്ങളാണ് അതിൻ്റെ ഉള്ളടക്കം. ക്ഷമ എന്നുള്ള കലയാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അത് 12ാമത്തെ കലയാണ്. ഭഗവാൻ ഹയഗ്രീവൻ ഇതിനെ വിശദമായി അഗസ്ത്യ മഹർഷിക്ക് പറഞ്ഞു കൊടുത്തു. ഒരു അത്യുത്തമമായ ശിഷ്യനാണ് അഗസ്ത്യൻ. അദ്ദേഹം അതിനെ നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ടു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ബുദ്ധിവിശേഷം കൊണ്ടും ഹയഗ്രീവൻ പറഞ്ഞ പ്രകാരം തന്നെ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് ശ്രീ ലളിതാംബിക എന്നുള്ള നാമം പറഞ്ഞ് ഹയഗ്രീവ മഹർഷി തുടർന്ന് അതിൻ്റെ ഫലം, അത് ഹയഗ്രീവൻ അത്ഭുതമായ ഫലങ്ങളെ പറ്റിയിട്ട് പറയുന്നു. അത് 87 ശ്ലോകങ്ങളാണ് അതിലുള്ളത്. ഞാനതിൻ്റെ സാരമായ അർത്ഥം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. ഇത്യേതൻ നാമസാഹസ്രം കഥിതം തേ ഘടോദ്ഭവ രഹസ്യാനാം രഹസ്യം ച ലളിതാ പ്രീതിദായകം അനേന സദൃശം സ്തോത്രം ന ഭൂതം ന ഭവിഷ്യതി. സർവരോഗപ്രശമനം, സർവസമ്പത്പ്രവർദ്ധനം, സർവാപമൃത്യുശമനം, കാലമൃത്യുനിവാരണം,
സർവജ്വരാർത്ഥി ശമനം, ദീർഘായുഷ്യപ്രദായകം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇതുപോലത്തെ ഒരു സ്തോത്രം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് ലളിതാപ്രീതിദായകമാണ്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ദേവിയുടെ അനുഗ്രഹം നമുക്ക് വേണമെന്നുള്ളതാണ്. അതിനെ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ചൊല്ലേണ്ടതാണത്. അത് അതിരഹസ്യമായ മന്ത്രപ്രധാനമായ ഭാഗങ്ങളുള്ളതാണ്. എല്ലാ മൃത്യുവിനെയും ഇത് ഇല്ലാണ്ടാക്കുന്നു. കാലമൃത്യു, അകാലമൃത്യു, അപമൃത്യു, മരണമെന്നുള്ള ഭയത്തെ ഇല്ലാണ്ടാക്കുന്നു. എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നു. സർവജ്വരാർത്ഥി ശമനം, എല്ലാ രോഗങ്ങളെയും ദീർഘായുസ്സിനെ നൽകുന്നു എന്നിങ്ങനെ അതിൻ്റെ ഫലങ്ങൾ പറഞ്ഞുകൊണ്ട് പോകുന്നു. ഇതിന് അപരിമിതമായ ഫലങ്ങളാണ് ഹയഗ്രീവദേവൻ പറഞ്ഞു കൊടുക്കുന്നത്.